വിട്ടൊടുവിൽ ഞാനൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനാ. കൂടുവിട്ടൊടുവിൽ ഞാനൻ നാട്ടിൽ വീടിൻ്റെ ഉള്ളിലെത്തും. പാടിയിടും ജയഗീതമേ ഞാൻ പങ്ക് പാടുകളേറ്റവനായി. ഉറ്റവർ സ്നേഹിതർ ഉയരോട്
അതിൻ്റെതായ ശരീരം നൽകുന്നു. എല്ലാ ശരീരവും
സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തതായി കാണുന്നതല്ലാതെ പുത്രന് സ്വന്തമായി ഒന്നും ചെയ്യുവാനായി കഴിയുകയില്ല. എന്നാൽ പിതാവ് ചെയ്യുന്നവരെ പ്രകാരം പുത്രൻ ചെയ്യുന്നു. പിതാവ് തന്റെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മരിച്ചവരെ ജീവിക്കുന്നത് പോലെ തന്നെ പുത്രനും തനിക്ക് ഇഷ്ടമുള്ളവരെ ജീവിക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കാനായിട്ട് പിതാവ് വിധിയില്ല, പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവനെ ചെറുതായി ബഹുമാനിക്കുന്നില്ല. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ വിശ്വസിക്കുന്നവർക്ക് ജീവനുണ്ട്. അവൻ ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായി സത്യമായി നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്നതായ സമയം വരുന്നു. അത് ഇപ്പോൾ തന്നെ കാണുന്നു. എന്നാൽ പിതാവ് തന്നെ ജീവനുള്ള പ്രകാരം പുത്രനും തന്നെ ജീവനുണ്ടാകുവാൻ വരം കൊടുത്തിട്ടുണ്ട്. ന്യായവിധി നടത്തുവാനായി നിയന്ത്രിക്കുന്നു. എന്നാൽ അവൻ മനുഷ്യപുത്രനാകുന്നു. എല്ലാവരും ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവന് വേണ്ടി തിന്മ ചെയ്തവർ വേണ്ടി പുനരുദ്ധാനം ചെയ്തതായ സമയം വരുന്നു. ഇത് നിങ്ങൾ അത്ഭുതപ്പെടേണ്ട. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തി ഉണ്ടായിരിക്കട്ടെ. എല്ലാവർക്കും അവിടെ രോഗാവസ്ഥ പറഞ്ഞപ്പോൾ മുതൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ച ഒരു സമയമാണ്. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ അല്പം നേരത്തെ വന്നു. സുവിശേഷകൻ പറയുന്ന പോലെ ഇവിടെ രണ്ട് വ്യക്തികളെ കുറിച്ച് നമുക്ക് പറയുന്നുണ്ട്. ധനവാനെ കുറിച്ച്, ലാസറിനെ കുറിച്ച്. ധനവാനായി ഈ ലോകത്ത് ജീവിച്ചു. ലാസർ ഏറ്റവും ദരിദ്രനായി ഈ ലോകത്ത് ജീവിച്ചു. മരണശേഷം ഈ രണ്ടുപേരെയും വേദപുസ്തകം കാണിക്കുന്നുണ്ട്. ലാസറിന്റെ കൈ ഒന്നും വെള്ളത്തിൽ മുക്കി അതിൽ നിന്ന് ഇറ്റ് ഒരു തുള്ളി വെള്ളം എന്റെ നാവിലേക്ക് ഒഴിക്കുവാൻ ദൈവമേ ഇടയാക്കണമെന്ന് ആ ധനവാൻ യാചിക്കുന്നത് നാം വേദപുസ്തകത്തിൽ കാണുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ അമ്മയുടെ ഹൃദയത്തിൽ ആവുന്നതിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുത്ത ഒരു ദൈവമുണ്ട്. ഈ ലോകത്ത് ഇന്ന് ആരും പറയാൻ ധൈര്യം കാണിക്കാത്ത അത്ത ഉറച്ച് ഞാനാകുന്നു 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 എന്ന് ഏഴാമത്തെ നമ്മളോട് പറഞ്ഞ ദൈവം നമുക്കുണ്ട്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നമ്മളും ഇതേപോലെ ഈ കുടുംബത്തോട് എനിക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ചേച്ചിയോടും രണ്ട് നമ്മളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട. വേദപുസ്തകം സാക്ഷിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 41-ാം അധ്യായത്തിൽ പറയുന്നു, 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, നിന്റെ ദൈവമായ യഹോവ എന്ന് ഞാൻ നിന്റെ വലങ്കൈ പിടിച്ച് നിന്നെ ആശ്വസിപ്പിക്കും. ഇതിന് വലിയ ആശ്വാസം പറയുന്നത് നമ്മൾ ഉണ്ടാവുന്നതിന് മുമ്പേ നമ്മുടെ കയ്യിലെ ദൈവമുണ്ടെങ്കിൽ ഇനിയും നമ്മെ അവന്റെ പദ്ധതി നമുക്ക് മനസ്സിലാക്കണം. ദൈവത്തെ മനസ്സിലാക്കുന്നത് നമുക്ക് ഒരു പദ്ധതി. അവർ സൃഷ്ടിച്ച സൂര്യനെ ഒന്ന് നോക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല. അവരെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. ആ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ച് നോക്കേണ്ട, നിന്റെ ദൈവമായ യഹോവ എന്ന ഞാൻ നിന്റെ വലം കൈ പിടിച്ച് നിന്നെ ആശ്വസിപ്പിക്കും. ആ കുടുംബം ആശ്വാസത്തിലേക്ക് നിങ്ങൾ ഭയപ്പെടേണ്ട. ഈ സമയം മാറിപ്പോകും. നമുക്ക് ആശ്വസിക്കാനും മാത്രമേ ഉള്ളൂ. ദൈവം അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അവൻ തന്റെ മക്കൾക്ക് നന്മയ്ക്കായി ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ച് മക്കളോട് ആ കുടുംബത്തോട് ചേർന്നിരിക്കുന്നത് പറയാനുള്ളത്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ഭ്രമിച്ച് നോക്കേണ്ട. ഇതെല്ലാം ദൈവം നടത്തിയിരുന്നു. ബാക്കിയുള്ള നമുക്ക് ഒരു ചുമതല നമ്മുടെ പ്രാർത്ഥനയാക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന സംഘത്തിൽ കേട്ടു. സ്വർഗത്തിൽ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമുണ്ട്. നമ്മുടെ ചുമതല ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായും കഴിയുന്നവർ ആ ഭവനത്തിൽ ചൊല്ലുക. അവരുടെ സങ്കടത്തിൽ കൂടെ ആയിരിക്കുക. ഈ ഒരു ദിവസങ്ങളിൽ നാം കാണുന്നത്
അതേ സംസാരിക്കുന്നവർ എല്ലാം അറിയുന്നു. നമ്മൾക്ക് എല്ലാവർക്കും ആ ചുമതലയുണ്ട്. ആ കുടുംബത്തിൽ ചെല്ലുക, അവർക്ക് ആശ്വാസമുണ്ട്. അത് മാത്രം പ്രാർത്ഥനയിൽ കുടുംബത്തെ ഓർക്കും. ഇത് മാത്രമാണ് നീ നമുക്ക് ചെയ്യാനുള്ളത്. തീർച്ചയായും വീണ്ടും വരുന്ന ആ ദൈവത്തിൻ്റെ സന്നദ്ധി അവൻ കണ്ണുവയ്ക്കുന്ന വേഗത്തിൽ സ്വർഗം തുറന്ന് വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് കാണാം. യാതൊരു സംശയവുമില്ല. നമ്മിൽ നിന്ന് പോയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കണ്ട് പരിചയമില്ലാത്തവരെയും നമുക്ക് അവിടെ പരിചയപ്പെടാം. മോശയെയും അഹ്റോനെയും കണ്ടെങ്കിൽ അതിനുശേഷം 600-700 വർഷങ്ങൾക്ക് ശേഷമുള്ളവരാണെങ്കിൽ പോലും അവർക്ക് കണ്ട് തിരിച്ചറിയാൻ പറ്റിയെങ്കിൽ അവർക്ക് തിരിച്ചറിയാം. തീർച്ചയായും ആ മഹോന്നതയിൽ ദൈവസന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് കാണാറുണ്ട്. തീർച്ചയായും ഈ സങ്കടത്തിൻ്റെ സമയത്തിൽ, ദുഃഖത്തിൻ്റെ സമയത്തിൽ ആ കുടുംബത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ഉറപ്പിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മരണത്തിൻ്റെയും മേലധികാരമുള്ളവരും മരണത്തിൻ്റെയും യോഗത്തിൻ്റെയും ഉടയവരും ആത്മാക്കളുടെയും സർവ്വജനങ്ങളുടെയും ദൈവമായ വിശ്വാസപുരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. തന്റെ കൽപ്പനയായ പ്രകാരം ഈ സഹോദരനെ താൽക്കാലിക യാത്രയാത്രയുമായ ഭാവി തിരുസഭയുടെ സൂര്യസേനയുടെ സഹായത്തിനായി ചോദിക്കണമേ. ഇവന്റെ ശരീരത്തിൽ വീഴ്ത്തപ്പെടുന്ന മുഖാന്തരം പായാറിൽ പതിയുന്ന മനുഷ്യാത്മാക്കളുമായി പോരാട്ടം നടത്തുന്ന പ്രതികൂല സൈന്യത്തിൽ നിന്നും ശത്രുവിന്റെ പാടയിൽ നിന്നും രക്ഷപ്പെടുമാറാകണമേ. പ്രകാശമാരുടെ ആത്മത്തിലേക്ക് നയിക്കുകയും ചെയ്യുമാറാകണമേ. ഇവൻ സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്ക് നിന്റെ പിതാവും പുസ്തകവുമായി പുതുമാടുകയും ചെയ്യുമാറാകണമേ. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിനും യുദ്ധങ്ങളുള്ള സംരക്ഷണത്തിനും വിശുദ്ധന്മാരുടെ ആനന്ദത്തിനുമായി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധമായ നാമത്തിൽ ഈ തൈലം ഒഴിക്കപ്പെടുന്നു. നീ മണ്ണാകുന്നു മണകളെ ബലതീർച്ചയും വീണ്ടും നാം കർത്താവേ ഇതാ ഈ ദാസനിൽ നിറവേറ്റിയിരിക്കുന്നു. ഞാൻ അവനോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. കർത്താവ് വരും.
ദൈവത്തോടു തുറന്നിടാൻ എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടു തുറന്നിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. മാതാമറിയം തൻ സോദരനാകും ലാവോസീതന്നാകും സോദരനാകും ലാവോസീതന്നാലും ജീവൻ കൽപ്പിച്ച നീച്ചൽ അപ്പോയായിരോ സുതരീവേക്ഷാണുതരം ത്തിൽ ജീവിക്കും നിന്നാഹ്വാനത്താണുതേ മൺമയനാ മാതാമോടായി നിയമം തള്ളിയ മൺമയനെ കീതി കേണ്ട നീ ഹൃദയം ജീവനുമേകിടും ദൈവസുതൻ ഞാനെന്നോ ദീപകുബലവാനാം സ്വർഗീയത്തൊടു ഭുവനത്തെ മരണനുഗത്തിൽ വൃന്ദേ ദുർവിഘ്നൻ സൃഷ്ടാവും വേവും മൃതരെ കബറുകളിൽ നിന്നും നിന്നും നിൻ സർവനന്മകൾക്കായി ഞാനെന്തു ചെയ്യേണ്ടു നിനക്കേശുപര? ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര? നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പാപത്തിൽ നിന്നും എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ എന്നെ അൻപോടു ദിനം തോറും നടക്കുന്ന പൊന്നീടയനന്തം വന്ദനമേ ദേവ പൊന്നീടയനന്തം വന്ദനമേ. വരെയുമെന്നെ കാവൽ ചെയ്തിടുവാനന്തികയുള്ള മകൾ ശക്തി നീയെ നാഥാന്തികയുള്ള മകൾ ശക്തി നീയെ. താതൻ സന്നിധിയിൻ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ.
എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. മന്നീടത്തിലടിയൻ